പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 2 വ്യാഴാഴ്ച. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും ദിവസങ്ങളാണ് ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. കർത്താവെ, നോൻപ് തീരാൻ പോയിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ അറിയാത്ത മനുഷ്യരുണ്ട്. അവർ ശാപം പിടിച്ച രീതിയിൽ അത് അറിയാതിരിക്കുകയും അറിഞ്ഞിട്ട് അംഗീകരിക്കാതിരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ അവരവരുടെ ലോകത്ത്, അവരുടെ ജോലി, അവരുടെ ഇലക്ഷൻ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കർത്താവിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ തിരക്കുകളിലേക്ക് പോകുന്ന കർത്താവ്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. അവരുടെ പോരായ്മകളെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ഈ ദിവസങ്ങളിൽ പോലും സാക്ഷാൽ വേദന, കർത്താവിനെപ്പോലെ തന്നെ വേദന അനുഭവിക്കുന്ന മനസ്സിലെ ശരീരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് ഈ ആഴ്ചയിൽ. ചില ആൾക്കാർക്ക് പെസഹക്കാലത്ത് വേദന കൂടുന്നുണ്ട്. ഒരിക്കലും ഇല്ലാത്ത വേദന എല്ലാ പെസഹക്കാലത്തും അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവെ, അങ്ങയുടെ പീഡാനുഭവങ്ങളോട് അവരെ ചേർത്ത് വെച്ച് അവരെ ഉൾക്കൊള്ളണമേ. അവരെ അങ്ങയെപ്പോലെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സങ്കട നൊമ്പരങ്ങളെ, വേദനകളെ, മുറിവുകളെ കാഴ്ചവെക്കാനും അവരെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ്. മനുഷ്യർ യുദ്ധത്തിൽ നിന്ന് തുടങ്ങി വച്ചിട്ട് ഇനി എങ്ങനെ നിർത്തണമെന്നറിയാൻ പാടില്ലാതെ മർക്കടമുഷ്ടിയോടുകൂടി യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലോകത്തെയാണ് ഇന്ന് കാണുന്നത്. കർത്താവെ, ഈ വിഷയത്തിന് വേണ്ടി ദൈവ തീരുമാനം ഉണ്ടാക്കി നിഷ്കളങ്കരെ കുരുതി കൊടുക്കപ്പെടുന്ന അവസ്ഥകളിലും ഈ യുദ്ധത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കണമേ, സമാധാനത്തേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരിമരുന്ന് പ്രയോഗം കാണുന്ന പോലെ സാഡിസ്റ്റ് മനസ്സോടുകൂടി ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെന്ന രീതിയിലാണ് ആൾക്കാർ ചിലർ കാണുന്നത്. കഠിനഹൃദയരെ എല്ലാം കർത്താവെ, ഇതുമൂലം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ദുരിതമെന്ന് എപ്പോഴും ബൈബിൾ പറയും. നാളുകളിൽ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ദുരിതമെന്ന്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ വർഗം, ഓടിപ്പോകാനോ ഒന്നും പറ്റാത്ത, ഭക്ഷണം കിട്ടാത്ത, പലതരത്തിൽ എന്തെല്ലാം തരത്തിലും ദുരിതങ്ങളാണ് ലോകത്ത് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പാടെ അറിയാവുന്നത് ഈ എണ്ണ കിട്ടണില്ല, വിറക് കൊണ്ട് കത്തിക്കണമെന്ന് മാത്രമേ മലയാളിക്ക് അറിയത്തുള്ളൂ. അതല്ല ശരിക്കും, അതിനേക്കാൾ എത്രയോ ദുരിതമായ ലോകത്ത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെയ്യും. ഒരു അടുക്കള പോലും കെട്ടുന്നതിന് എന്തൊരു പാടാണ് മനുഷ്യൻ പെട്ടുപാടും. ഒരു കിണറുണ്ടാക്കണത്, ഒരു ജീവിതകാലം മുഴുവനുള്ള കാശ് കൂട്ടിവെച്ച് കിണറുണ്ടാക്കണം. അങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കിയെല്ലാം നശിച്ച് നാറാണക്കല്ല് പെരുക്കി കിടക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യന്മാരുടെ തിന്മകളാണ് ഈശോയെ. തിന്മകളുള്ള മനുഷ്യർ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ ദൈവമേ, അതുവഴി രാജ്യം നശിക്കാതിരിക്കാൻ ദൈവമേ, ലോകത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ, പീഡിതരെ, സങ്കടക്കാര്, മക്കളില്ലാത്ത പങ്കാളികള്, കുടുംബകലഹത്തിലുള്ളവരെ, കേസിലുള്ളവരെ, ജീവിക്കാനും മാർഗമില്ലാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവര്, പഠനപരമായിട്ടും യാത്രാപരമായിട്ടും വേദന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ ദിവസം കർത്താവ് നിന്നെ ശക്തീകരിക്കുകയും എല്ലാ സംഘടന അതിജീവിക്കാൻ മാതാവ് നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ.